ഭക്തരെ, ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഞങ്ങളുടെ ചിത്രീകരണത്തിൻ്റെ 3-ാം ഭാഗം ഭക്തർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. ഇതിനു മുമ്പുള്ള 2 ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഈ ഭാഗം കാണാൻ ശ്രദ്ധിക്കുക. ഹരി ഓം. ഉള്ളിൽ കിടക്കുന്ന പ്രശ്നം അല്ലാതെ ഈ നാട്ടിലുള്ള ഒരു സാധനത്തിന് കുഴപ്പമില്ല, പുറമേയുള്ള ഒന്നിന്റെയും കുഴപ്പമില്ല. എല്ലാ കുഴപ്പങ്ങളും കിടക്കുന്നത് എവിടെയാ? ഉള്ളിലാണ്. വേണ്ടത് കിടക്കുന്നതും ഉള്ളിലാണ്. അപ്പൊ വേണ്ടാത്തതിനെ പുറത്തിട്ട് വേണ്ടതിനെ സ്വീകരിച്ച കാര്യം കഴിയും. അതിന് പകരം ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ ശരിയല്ല, അവർ ശരിയല്ല, അവർ ശരിയല്ല. എന്താ ഏകാദശ സ്കന്ധത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ ഒരു ബ്രാഹ്മണൻ, അവന്തി രാജ്യത്തിലെ ബ്രാഹ്മണൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, ഞാൻ തന്നെ ശരിയല്ലാത്തത്. കുറേ കാലം അവരും ഇവരൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കുറേ കാലം എൻ്റെ ബന്ധുക്കൾ ശരിയല്ല, എൻ്റെ ഭാര്യ ശരിയല്ല, എൻ്റെ മക്കൾ ശരിയല്ല, എൻ്റെ അയൽക്കാർ ശരിയല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്രഹം ശരിയല്ല, എൻ്റെ നാള് ശരിയല്ല, എൻ്റെ ദിവസം ശരിയല്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കണ്ണ് ശരിയല്ല, എൻ്റെ മൂക്ക് ശരിയല്ല എന്ന് പറയുന്നത്. തരങ്ങളില്ലല്ലോ, ഇതല്ലല്ലോ കുറച്ച് മുമ്പ് പറഞ്ഞത്. അവസാനം ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞു നടന്നു. കുറച്ച് കഴിയുമ്പോൾ അയാൾ മനസ്സിലാക്കിയത് ഇതൊക്കെ ശരിയാ. അതിന്റെ ഉള്ളിലുള്ള ഏറ്റവും ശരിയല്ലാത്തൊരു സാധനം എന്താണ്? മന പരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയത്. മനസ്സ് എന്നതാണ് മനുഷ്യനെ നശിപ്പിക്കുന്ന സാധനത. മനസ്സ്, അതേ മനസ്സാണ് ഇതിന് വിപരീതവും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ നശിപ്പിക്കുന്നതും മനസ്സാണ്, നമ്മളെ രക്ഷിക്കുന്നതും മനസ്സാണ്. വേണ്ടാക്കാൻ പറ്റൂ? വേണ്ടാക്കാൻ പറ്റില്ല. പിന്നെന്ത് മതി? നന്നാക്കിയാൽ മതി. മനം നന്നായാൽ മതി. മതം നന്നാക്കാൻ പറ്റണമെന്നില്ല എന്നാണ്. അല്ലേ? മതം നന്നാക്കാനല്ല വേണ്ടത്. പിന്നെന്താ? മനം അക്ഷരം മാറ്റിയാൽ മതി. താ എന്നുള്ളത് ഞാൻ മാറ്റിയാൽ മതി. മനം നന്നായാൽ മതി. അല്ലെങ്കിൽ ഭാഗവതത്തിന്റെ പേപ്പറിൽ ജയിക്കുക എന്നത് സാധിക്കുമോ? അതിലൂടെ തന്നെ പോവാണ്. മനസ്സിലൂടെ തന്നെ നമുക്ക് എവിടേക്ക് പോവാം? ഭഗവാനിലേക്ക്. അതാണ് മനസ്സിന് വേണ്ടിയിട്ടാണ് നാമജപവും കീർത്തനവും കഥയും, അല്ലെ കഥാശ്രവണം, കീർത്തനം, സ്മരണം. ഇത് 3 എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിന് വേണ്ടി. 1 വീതം 3 നേരം എന്ന് പറഞ്ഞ 3 ഗുളിക മനസ്സിന്. ഏതൊക്കെയാണ്? മരുന്നിന് എന്ന് പറഞ്ഞാൽ അങ്ങനെയാവും. പഴയ ഈ ഒഴനാട് ഉള്ള ഭാഷ പറഞ്ഞ മനസ്സിലാവും. ഇത് എത്ര വേണം? അത് മരുന്നിന് മതി എന്ന് പറയുന്നത്. ഈ മരുന്നിന് മതി അർത്ഥം അല്ലേ? ഒരു 4000 ഉപ്പ് കൊണ്ടിട്ട് അങ്ങനെ ഉണ്ടാവും. വളരെ ദേഷ്യമുണ്ട്. മരുന്നിന് എന്നുള്ള വാക്കിയുടെ അർത്ഥം അങ്ങനെയാണ്. ധരിച്ചാൽ മതി. മരുന്നിന് മതി. അപ്പോ ആഹാരം മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ, അധികമായി കഴിഞ്ഞാൽ അധികമായി കഴിഞ്ഞാൽ എന്തും അപകടം അല്ലെ? മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരും. അതായത് 3 നേരം 24 ഗുളിക കഴിച്ചാൽ പിന്നെ എന്ത് ഭക്ഷണം ഉണ്ടെങ്കിൽ. അപ്പോ അത് ആ കാര്യം പോലെ ഇവിടെ ഭാഗവത പറയുന്നതാണ് ശ്രവണ കീർത്തന ചിന്തന. ദശമസ്കന്ധം സമർപ്പിച്ചതും എല്ലാവരും പറയുന്നതാണ്. ശ്രവണം കീർത്തനം സ്മരണം, ശ്രവണം കീർത്തനം സ്മരണം. എപ്പോഴാണ് നോക്കിയാലും ഭാഗവതം കേൾക്കൂ, നാമം ജപിക്കൂ. അല്ലേ? എഫ്എംമാര് പറയാറില്ല, കേൾക്കൊണ്ടിരിക്കും. ഇത് കണി കണ്ടതല്ല ഭാഗവതം. ഭാഗവതം കേൾക്കാനാ പറഞ്ഞത്. കേട്ടുകൊണ്ടിരിക്കൂ. ഭാഗവതം, ശ്രവണം, നാമം ജപിക്കൂ, കീർത്തനം. എപ്പോഴും ഭഗവാനെ സ്മരിക്കും. മറ്റെന്ത് ചെയ്യുമ്പോൾ, ലോകത്തിലെ ഏത് വിഷയത്തിൽ ഏർപ്പെടുമ്പോഴും ഭഗവാനെ സ്മരിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. നമ്മൾ ആ കഴിവിനെ വ്യതിചലിച്ചു പോവാണ്. എന്തൊക്കെയോ സ്മരിക്കാറുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഭഗവാനെ ഓർമ്മിച്ചാൽ മതി. അപ്പൊ തന്നെ വരും ബുദ്ധിക്ക് വേണ്ടത്. മറ്റുള്ളത് പോവുകയും ചെയ്യും, ഇല്ലാത്തത് കിട്ടിയില്ല. മാത്രം ഉള്ളതൊക്കെ പോവുകയും ചെയ്യും, കിട്ടുന്നത് കിട്ടുന്നില്ല. എന്താണ്? പല വിഷയങ്ങളെ ചിന്തിക്കുകയാണ്. സ്മരിക്കാതെ പറഞ്ഞു എന്തൊക്കെയാ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് ഭഗവാനെ സ്മരിക്കുക. ആ ഈശ്വര സ്മരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിശുദ്ധി കൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഉള്ളിലുണ്ടാവും.
നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. പരിഭ്രമിച്ച് കുറേ കാര്യങ്ങളെ ഒരുമിച്ച് സ്മരിക്കുന്നത് പിന്നീട് വലിയ വിഷയമായിട്ട് മാറുന്നു. കുറേ കാര്യങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുക, ഇതിൽ അവസാനം ഓർമ്മയില്ല ഓർമ്മയില്ല ഓർമ്മയില്ല. അതുകൊണ്ടത്തെ കാര്യം ഇത് ഈ മറ്റ് രോഗങ്ങളിലേക്ക് ഇവർ എത്തിച്ചേരുന്നത് ഈ പരിഭ്രമമാണ്. ഇതൊന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ആൾക്കാർക്ക് ടെൻഷനും സ്ട്രെസ്സും പിന്നെന്താണ് ഡിപ്രഷനും ആകെ പരിഭ്രമമായി ഭ്രമിച്ചിരിക്കുകയാണ്. ആ ഭ്രമത്തിൽ നിന്ന് ശാന്തമായിട്ട് തീരണമെങ്കിൽ ഈ 3 കാര്യങ്ങളെ, അതാണ് ഇനി ഏകാദശ സ്കന്ധത്തിലും നമുക്ക് പറഞ്ഞു തരാം. കായേന വാച മനസ ഇന്ദ്രിയർവാ ബുദ്ധി ആത്മനാവാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായതി സമർപ്പയേതത്. അല്ലേ? ആ പരമമായിരിക്കുന്ന ധർമ്മം, ഭാഗവത ധർമ്മം, ഇതിനെ നമ്മൾ വേണ്ട പോലെ അനുഷ്ഠിച്ചാൽ മതി. ഈ ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ 3 തന്നെയാണ് പ്രധാനം. നമ്മള് ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മുടെ പ്രകൃതയെ സ്വഭാവാത്, നമ്മുടെ ഉള്ളിലുള്ള ആ ജന്മജന്മാന്തരങ്ങളിലെ കർമ്മവാസനകൾ ഉണ്ടായിക്കോട്ടെ, ആ കർമ്മവാസനകളും ശുദ്ധമായി തീരും. എന്ത് ചെയ്താൽ? ശ്രവണം, കീർത്തനം, സ്മരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ. മറ്റൊരു വഴി ഇല്ല എന്ന് ഉറപ്പിച്ചു പറയണം. നഹ്യതൊന്യശിവപന്ഥ വിശദ സംസ്കൃതാദിഹ എന്ന് ഭാഗവതം ആദ്യം പറഞ്ഞു. നഹ്യതൊന്യശിവപന്ഥ, മറ്റൊരു വഴിയില്ല. നമ്മളെ വഴികൾ പലതും ഉണ്ടോ എന്ന് അന്വേഷിച്ച് വഴികൾ പലതും കണ്ട് അവസാനം എന്താ ഉണ്ടാവുന്നത്? അല്ലേ? പല വഴിക്കും സഞ്ചരിച്ചുകൊണ്ട് ഒന്നുമല്ലാതായിട്ട് തീരാം. പല വഴികൾ ഉണ്ടാവും, പക്ഷേ നഹ്യതൊന്യശിവപന്ഥ, ശിവപന്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? മംഗളകരമായിരിക്കുന്ന വഴി. അതേതേ ഉള്ളൂ, അത് ഈ ഭാഗവത ധർമ്മത്തിന്റെ വഴിയുള്ളൂ. വഴികൾ പലതുണ്ട്. കല്ലും മുള്ളുള്ള വഴികൾ കാണാം, വലിയ അപകടങ്ങളുള്ളതായിട്ടുള്ള വഴികൾ കാണാം. അല്ലേ? നമ്മള് പഞ്ചമസ്കന്ധത്തിൽ ഭവാടവി വർണ്ണനം എന്ന് പറയുന്നുണ്ട്. കുറേ യാത്രക്കാര് ഒരു കാടിന്റെ ഉള്ളിൽ പെട്ടു. എന്താ ഉണ്ടാവാന്ന് ആലോചിച്ചു. അതായത് രാവും പകലും തിരിച്ചറിയാത്തൊരു കാട് എന്നാണ്. അത്രയും നിബിഡമായിരിക്കുന്ന ഒരു കാട്. രാത്രിയാണോ പകലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. എന്താ കാരണം? ഒരു വെളിച്ചം പോലും ഉള്ളിലേക്ക് വരില്ല. അത്രയും നിബിഡമായിരിക്കുന്ന മഹാവനം, അതാണത്രേ ഈ സംസാരം. പകല് പോലും ലേശം പോലും ഒരു വെളിച്ചം ഉള്ളിലേക്ക് വരണ്ടേ? അങ്ങനെയുള്ള കാടുകൾ ഉണ്ടായിരുന്നു, പണ്ട് ആവശ്യമില്ല, അഷ്ടേന്യവും. അപ്പൊ കാടല്ല, നാടേ ഉള്ളൂ, ഒക്കെ നശിപ്പിച്ച്. എന്തായാലും ഇവിടെ പറയുന്നതാണ്, ഈ മറ്റുള്ള കാടുകൾ ഇല്ലാണ്ടായാലും ഈ കാട് ഇപ്പോഴും ഉണ്ട്. ഏത് കാട്? ഈ സംസാരക്കാട്. വെളിച്ചം വരാത്ത കാട് പറഞ്ഞാൽ ലവലേശം ബോധമില്ലാത്ത കാട് തന്നെ. ആ ബോധമില്ലായ്മയിലാണ് കുറെ കച്ചവടക്കാര് വന്നു പെടുന്നത്. ആ കാടിന്റെ ഉള്ളിൽ ഇല്ലാത്ത സാധനങ്ങളും ഇല്ല എന്നാണ്. കൊള്ളക്കാര്, കള്ളന്മാര്, പിടിച്ചുപറി, അത് ഇത്, പിന്നെ ക്രൂര മൃഗങ്ങള്, പെരുമ്പാമ്പുകള്, അതിഭയങ്കരങ്ങളായിട്ടുള്ള സർപ്പങ്ങള്, ചീവീടുകള്, കുറുക്കന്മാര്, ചെന്നായ്ക്കള്, ചെന്നരികള്, കരടികള്, ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങി ഓരോന്നും. ഇതിപ്പോ വേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരനെ എന്നും പറയുന്നുണ്ട് ഭാഗവതം. എവിടെ? ഈ അല്ലാതെ വേറെ കാടൊന്നുമില്ല അവിടെ. നമ്മുടെ ചുറ്റും തന്നെ ഇതൊക്കെ ഉണ്ട്. അല്ലെ? കൊതുകുകള്, മൂട്ടകള്, മശകയൂക മൽക്കുണ മക്ഷികാദിഭി എന്നൊക്കെ പറയും. എന്താ ഈ കൊതുവിന്റെ? നമ്മുടെ ചോര ഇങ്ങനെ ഊറ്റി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരെ. അങ്ങനെയാണ് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും ചെയ്യും. ചോര ഊറ്റി ജീവിക്കുന്ന ആൾക്കാർ, മുട്ടകളും കൊതുകുകളും. പണ്ട് പറയാറുണ്ടേ, കൊതുക് വന്ന് എടുത്തുകൊണ്ട് പോവാൻ സംശയിച്ചു, മൂട്ട ഉണ്ടാവുകൊണ്ട് പിടിച്ചു നിർത്തിയെന്ന്. കേട്ടില്ലേ? കൊതുക് എടുത്ത് അത്രയും കൊതുകാണ്, അതിങ്ങനെ പറത്തി കൊണ്ടുപോകും. അല്ല, കൊണ്ടുപോയില്ല. എന്താ? മൂട്ടകൾ ഇങ്ങോട്ട് പിടിച്ചു വലിക്കണ്ട, കൊതുകിന് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കുറെ. പിന്നെ ചില ചെന്നായ്ക്കള്, എന്താ പുറമേക്കൊക്കെ വലിയ ഗെയിമ, അകത്ത് വിഷസ്വഭാവം, ക്രൂരത, ഇങ്ങനെയുള്ള അവസ്ഥകള്. പിന്നെ തമ്മത്തല്ലിച്ച് മുതലാക്കുന്നത്, ഇതൊക്കെ അതിൽ പെടും. ഇതൊക്കെ നമുക്ക് കാണാം ഈ ലോകത്തിൽ. അതാണ് സംസാരാടവി, ഭവാടവി എന്ന് പറയുന്നത്. പൊരുത്തമായിരിക്കണം, ആർക്കും എന്നിൽ നിന്നുപദ്രവം വരാതിരിക്കണം, നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാവണം, നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം, ഊണിലും
ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും കാണണം ഭവാനെ ഞാൻ സദാ വിനിദ്രയെങ്കിലും. ഇല്ല നീ ഒഴിഞ്ഞു, അല്ലെ, മറ്റൊരാളില്ല ഭഗവാനല്ലാതെ എന്നുള്ള ബോധത്തോടുകൂടി ഏത് സമയത്തും ഭഗവാനെ സ്മരിക്കുക എന്നാണ് പറഞ്ഞത്. എപ്പോഴെങ്കിലും സ്മരിക്കലല്ല, എങ്ങനെയെങ്കിലും സ്മരിക്കലല്ല, എന്തിനെങ്കിലും സ്മരിക്കലല്ല, അതൊന്നുമല്ല. എന്തിനെങ്കിലും വേണ്ടി സ്മരിക്കണ്ട. എന്തിനെങ്കിലും വേണ്ടി എന്ന് പറഞ്ഞാൽ ആ കാരണം കഴിഞ്ഞു. പരീക്ഷാകാലം നമ്മൾ പറഞ്ഞല്ലോ, സീസണൽ ഭക്തി അല്ലേ, ചില സീസണിൽ മാത്രമല്ലേ ഭക്തി. അങ്ങനെ സീസൺ ആവേണ്ടതല്ല ഭക്തി. ഏതെങ്കിലും ഒരു കാലത്ത് പോരാ. പറ്റുകയാണെങ്കിൽ എപ്പോഴും എന്നാണ്, പറ്റുകയാണെങ്കിൽ നല്ല അങ്ങനെ പാടൂ. നമ്മൾ ഈ പറ്റിക്കല് തന്നെ ഉള്ളൂ അല്ലേ. പറ്റിച്ചാൽ വരാമെന്ന് പറയാറില്ലേ? ആ പറ്റിച്ചാൽ തന്നെയാണ് പറ്റിക്കലിനെ, പിന്നെ വരവൊന്നുമില്ല. പറ്റിച്ചാൽ ഞാൻ ചിലപ്പോൾ പറയാറില്ല, പറ്റിച്ചാൽ വരാട്ടോ. അപ്പൊ ആ കേട്ട ആൾക്കാർക്ക് ഒരുവിധം മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഏകാദശോധ്യായ. ശൗനകൗവാച. അധേമമർത്ഥം പൃച്ഛാമോ ഭവന്തം ബഹുവിത്തമം സമസ്തതന്ത്രഗാന്ധേ ഭവാൻ ഭാഗവത തത്ത്വേ താന്ത്രിക പരിചര്യായ കേവലസ്യ ശ്രിയപദേ അംഗൂപാംഗായുധാം കൽപ്പയന്തി യഥാചയൈഃ തന്നോ വർണ്ണേ ഭദ്രം ദേ ക്രിയായോഗം ബഹുസദാ യേന ക്രിയാ നൈപുണേന മത്യോയായാദാത്യതം സോതൗവാച. നമസ്കൃത്യ ഗുരുൻ വക്ഷേ വിഭൂതിർവൈഷ്ണവീരവീയ പ്രോക്താ വേദതന്ത്രാഭ്യാമാചാര്യൈ പദ്മജാതിഭിः മായാദ്യൈർനവഭിസ്തത്വൈ സവികാരമയോ വിരാട് നിർമ്മിതോ ദൃശ്യതേ യത്ര സഞ്ജീകേ ഭുവനത്രയം. ഏതദ്വൈ പൗരുഷം രൂപം ഭൂപാദോദ്യോ ശിരോനഭാനാഭിः സൂര്യോക്ഷണീനാസേ വായുകർണോ ദിശപ്രഭോ പ്രജാപതി പ്രജനനമപാനോ മൃത്യുരീശ്വരോ തദ്ബാഹവോ ലോകപാലാ മനശ്ചന്ദ്രോ ഭ്രുവോ യമ ലജ്ജോത്തരോധരോ ലോഭോ ദന്താജ്യോത്സ്നാ സ്മയോ ഭ്രമാരോ മാണിഭൂരുഹാ ഭൂമ്നോ മേഘാ പുരുഷമൂർധജാ യാവാനയം വൈ പുരുഷോ യാവത്യാ സംസ്ഥയാ വിധാതാ വാനസാ ഭവി മഹാപുരുഷോ ലോകസംസ്ഥയാ കൗസ്തുഭവദേശേന സ്വാത്മജ്യോതിർവിഭക്ത്യജ തൽപ്രഭാവ്യാപിനീ സാക്ഷാൽ ശ്രീവത്സമുരസാ വിഭു സ്വമായാം വനമാലാഖ്യാം നാനാഗുണമയീം ദധൽവാസച്ഛന്ദോമയം വീതം ബ്രഹ്മസൂത്രം ത്രിപുൽസ്വരം വിഭക്തി സാഖ്യം യോഗം ച ദേവോ മകരകുണ്ഡലേ മൗലിം പദം പാരമേഷ്ഠ്യം സർവലോകാഭയങ്കരം അവ്യാകൃതമനന്താഖ്യമാസനം യദധിഷ്ഠിതാ ധർമ്മജ്ഞാനാദിഭിര്യുക്തം സത്വം പത്മനിയോച്യതേ ഓജസ്സഹോ പരിവിധം മുഖ്യതത്വം ഗതം ദധൽ അവാം തത്വം ദരവരം തേജസ്തത്വം സുദർശനം നഭോ നിഭം നഭസ്തത്വമസിഞ്ചർമ്മതമോമയം കാലരൂപം ധനുഷ്യാർണം തഥാ കർമ്മമയേഷു ഇന്ദ്രിയാണി ശരാനാഹൂരാഹൂധീരസ്യ സ്യന്ധനം തന്മാത്രാണ്യസ്യാഭിവ്യക്തിം മുദ്രയാർത്ഥക്രിയാത്മക മണ്ഡലം ദേവയജനം ദീക്ഷാ സംസ്കാരാത്മനാ പരിചര്യ ഭഗവതാത്മനോ ദുരിതക്ഷയ ഭഗവാൻ ഭഗശബ്ദാർത്ഥം നീരാഗമരബുദ്ധുഹം ധർമ്മം യശസ്യ ഭഗവാൻ ശ്യാമരവ്യജനേ ഭജൽ ആദപത്രം തു വൈകുണ്ഠം ദുജാധാമാകുതോ ഭയേന്ദ്രവൃദ്വേദസ്തു വർണ്ണാഖ്യോ യജ്ഞം വഹതി പൂരുഷം അനപായിനി ഭഗവതി ശ്രീ സാക്ഷാദാത്മനോ ഹരേ വിശ്വക്സേനസ്തന്ത്രമൂർത്തിർവിദിത പാർഷദാധിപ നന്ദാദിയോഷ്ടോദ്വാസ്ഥാശ്ചാതേനിമാദ്യ ഹരേർഗുണാ വാസുദേവ സംഘർഷണ പ്രദ്യുമ്ന പുരുഷസ്വയം അനിരുദ്ധൈതി ബ്രഹ്മന്മൂർത്തിർവ്യൂഹോഭിധീയതേ സ വിശ്വസ്തൈജസപ്രാജ്ഞസ്തുരീയൈതി വൃത്തിഭിः അർത്ഥേന്ദ്രിയാശയജ്ഞാനേർഭഗവാൻ പരിഭാവ്യതേ അംഗോപാംഗാൽഭഗവാൻ തച്ചതുഷ്ടയം വിഭക്തി സ്മ ചതുർമൂർത്തിർഭഗവാൻ ഹരിരീശ്വര ദ്വിജർഷഭസേഷ ബ്രഹ്മയോനിസ്വയന്ദ്ര സ്വമഹിമ പരിപൂർണോ മായയാ ച സ്വൈത സൃജതി പരതിപാദീത്യാഖ്യയാനാവൃതാക്ഷോ വിവൃതൈവ നിരുക്തസ്ഥൽപരേരാത്മരഭ്യ ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണ്യവൃഷഭാവനിധൃഗ്രാജന്യവംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോപവനിതാ വ്രജഭിവൃത്യഗീതതീർത്ഥശ്രവശ്രവണമംഗളപാഹിഭൃത്യാം യയിദം ഗല്യ ഉത്ഥായ മഹാപുരുഷരക്ഷണം തച്ചിത്തപ്രയതോ ജപ്ത്വാ
ब्रह्मसप्तग तेषां नामानि कर्माणि संयुक्तानामधीश्वरे ब्रूहि नः श्रद्धानानां व्यूहं सूर्यात्मनोहरे सूत उवाच अनाद्य विद्या विष्णोरात्मनः सर्वदेहिनां निर्मितो लोकतन्त्रोऽयं लोकेषु परिवर्तते एक एव हि लोकानां सूर्यात्मादिकृधरि सर्ववेदक्रियामूलमृषिभिर्बहुधोदितः कालो देशक्रियाकर्ता करणं कार्यमागम द्रव्यं फलमिति ब्रह्मन्नवदोक्तो जया हरि मध्वादिषद्वादशसो भगवान् कालरूपधत् लोकतन्त्राय चरति पृथग्द्वादशभिर्गणैः धाता कृतस्तरीः निर्वासुगीरथगृन्मुने पुरस्त्यस्तुम्बुरिडिति मधुमासं नयन्तिमि हर्यमापुरहो धौजा प्रभेति पुञ्जिकस्थली नारदकच्छनीरस्य नयन्त्येते स्म माधवं मित्रोत्रिपौरुषे योधा तक्षको मेनकाः रथस्वनैदिह्येते शुक्रमासं नयन्तिमि वसिष्ठो वरुणो रम्भा सहजन्यस्तथा भूः शुक्रश्चित्रस्वनश्चैव शुचिमासं नयन्तिमि इन्द्रो विश्वावसुश्रोतायेन पत्रस्तधङ्गिरा प्रम्लौजा राक्षसो वर्यो नभो मासं नयन्तिमि विवस्वानुग्रसेनश्च व्याख्यासारणो भृगो अनुम्लोजा शङ्खपालो नभस्याख्यं नयन्तिमि भूषा धनञ्जयो वादस्तुषेण स्तुरिजिस्तथा घृदाजी गौतमश्चेति तपो मासं नयन्तिमि क्रतुर्वर्चा भरद्वाजपर्जन्यस्यैन जित्तथा विश्वैरावतश्चैव तपस्याख्यं नयन्तिमि अथां शुक्लश्यवस्ताक्ष्यारदसेनस्तथोर्वशे विद्युच्छत्रुर्महाशङ्खस्तभो मासं नयन्तिमि भगस्फूर्जोरिष्टनेमिरोर्णायुश्चपञ्चम कर्कोटकपूर्वजित्ति पुष्यमासं नयन्तिमि त्वष्टाहृचीकतनयकम्बरश्चतिरोत्तमा ब्रह्मा वेदोदशतविद्धृतराष्ट्रैशम्भर विष्णुरश्वतरो सूर्यवर्चाश्च सत्यजिल् विश्वामित्रो महावेदौर्जमासं नयन्तिमि एता भगवतो विष्णोरादित्यस्य विभूतय स्मरदां सन्धियोर्नॄणां हरन् ब्रह्मो दिने दिने द्वादशस्वपि मासेषु देवोऽसौ षड्भिरस्य वैचरन् समन्दाल्तनुदे परत्रेह च सन्मदि सामदृग्यजुर्भिस्तल्लिङ्गे ऋषयः संस्तुवन्द्यमं गन्धर्वास्तं प्रगायन्ति नृत्यन्त्यप्सरसो कृत उन्नह्यन्तिरथं नागाग्रामण्यो रथयोजका चोदयन्तिरथं पृष्ठे नैहृता बलशालिना बालकिल्या सहस्राणि षष्टिर्ब्रह्मर्षयो नरा पुरतोऽभिमुखं यान्ति स्तुवन्ति स्तुतिभिर्विभुः एवं ह्यनाधिनिधनो भगवान् हरिरीश्वर कल्पे कल्पे स्वमात्मानं व्योह्य लोकानवत्यज हरि ओं तत्सदि श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां द्वादशस्कन्धे आदित्यव्यूहविवरणं नाम एकादशोऽध्यायः सर्वत्र द्वादशोऽध्याय श्रीसुक उवाच नमो धर्माय महते नमः कृष्णाय वेधसे ब्रह्मणेभ्यो नमस्कृत्य धर्मान् वक्ष्ये सनातनान् वेदद्वक्कथितं विप्रा विष्णोश्चरितमद्भुतं भवद्भिर्यदहं दृष्टो नराणां पुरुषोचितम् अत्र सङ्कीर्तितः साक्षात् सर्वपापहरो हरि नारायणो हृषीकेशो भगवान् सात्विकाम्पति अत्र ब्रह्मपरं गुह्यं जगदप्रभवाप्ययं ज्ञानं जगदुपाख्यानं प्रोक्तं विज्ञानसंयुतं योगसमाख्यातो वैराग्यं जगदाश्रये पारीक्षितमुपाख्यानं नारदाख्यानमेव च प्रायोपवेशो राजर्षेर्विप्रशावाल्परीक्षिता शुभस्य ब्रह्मर्षभस्य संवादस्य परीक्षिता योगधारणयोर्कान्तिः संवादो नारदाजयो अवतारानुगीतं च सर्गप्रहधानिगोग्रता विदुरोद्धव संवादक्षत्रमैत्रेयोस्तदा पुराणसंहिता प्रश्नो महापुरुषसंस्थितिः तपप्राकृतिकः सर्ग सप्तवैकृतिकाश्रये ततो ब्रह्माण्डसम्भूतिर्वैराजत्पुरुषो यदा कालस्य स्थूलसूक्ष्मस्य गतिपद्मसमुद्भव भुवोद्धरणीं बोधेर्हिरण्याक्षवधो यथा ऊर्ध्वदिव्यगवाक् सर्गो रुद्रसर्गस्तथैव च अर्धनारीनरस्याथ ततस्वायुर्भो मनुः सदरूपाजया स्त्रीणाम् आद्या प्रकृतिरुत्तमा
സന്താനോ ധർമ്മപത്നീനാം നർദ്ദമസ്യ പ്രജാപതേ. അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഭൂത്യാശ്ച സംവാദം അഭിധേന ച ധീമത. നവബ്രഹ്മസമുത്പത്തിർഗക്ഷയ വിനാശനം ധ്രുവസ്യ ഗലിതം പശ്ചാത് പ്രഭോ പ്രാചീനപരിഷാ. യദസ്യ ച സംവാദസ്തത പ്രയം മൃതം ദ്വിജാഃ നാഭേസ്തതോ നിശരിതം വൃഷഭസ്യ ഭരതസ്യ ച. ദീർഘവർഷസമുദ്രാണാം ഗിരിരദ്രുപവർണ്ണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാളനരകസ്ഥിതി. ദക്ഷ ജന്മ പ്രജയതോഭ്യസ്തൽപുത്രീണാം ച സന്തതി യതോ ദേവാസുരഗണാ തിര്യന്നഗഖദാദയാ. പാർത്ഥസ്യ ജന്മനിധനം പുത്രയോസ്തതിദേർദ്വിജാ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മനാ. മന്വന്തരാനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരാശ്ച വിഷ്ണോർഹയശിരാദയാ. കൗർമം ഭാണ്ഡങ്കരം മാത്സ്യം വാമനം ജഗതപതയേഃ ക്ഷീരോദമധുരം തദ്വദമൃതാർത്ഥേ വിഭവസാ. വാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മതധ്വംസ സുദ്യുമ്നസ്യ മഹാത്മനാ. ഇളോപാഖ്യാനമന്ത്രോക്തം ദാരോപാഖ്യാനമേവ ച സൂര്യവംശാനുകഥനം ശശാദാന്യാ. സൗകന്യം ജാതശക്ര്യാദേ കകുൽസ്ഥസ്യ ച ധീമന ഖട്വാംഗസ്യ ച മാംഗാദു സൗഭരേ സഗരസ്യ ച. രാമസ്യ കൗസലേന്ദ്രസ്യ ചരിതം കിൽബിഷാവഹം നിമേരംഗപരിത്യാഗോ ജനതാനം ച സംഭവഃ. രാമസ്യ ഭാർഗവേന്ദ്രസ്യ നക്ഷത്രകരണം ഭവ അയിലസ്യ സോമവംശസ്യ യാവേർനഹുഷസ്യ ച. ദൗഷ്യന്തേർഭരതസ്യ വിശങ്കരോസ്തരസുരസ്യ ച യയാദേ ജ്യേഷ്ഠപുത്രസ്യ യദോർവംശോ നികീർത്തിതഃ. യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവഗൃഹേ ജന്മ തതോ വൃദ്ധിശ്ച ഗോകുലേ. തസ്യ കർമാണ്യപാരാണി കീർത്തിനാന്യസുരദ്വിഷ പൂതനാസു പയപ്പാനം ശകദോച്ചാടനം ശിശോഃ. വർത്തസ്യ നിഷ്പേഷസ്തഥൈവ ഭഗവത്സയോഃ ധേനുകസ്യ സഹ ഭ്രാതുപ്രലംബസ്യ ച സംശയാ. ഗോപാനാം ച പരിത്രാണം ഗാവാഗ്നയേ പരിസർപ്പദ ദമനം കാളിയസ്യാഹേർമഹാഹേർനന്ദമോക്ഷണം. വ്രതചര്യാതുകന്യാനാം യത്ര ദുഷ്ടോച്യുതോ ഹൃദയേ പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം ജാനുകാപനം. ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭേരത യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭിः ക്രീഡാ ച രാത്രിഷു. ശംഖചൂഡസ്യ ദുർബുദ്ധേരമധോരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാത് പ്രസ്ഥാനം രാമകൃഷ്ണയോഃ. വ്രജസ്ത്രീണാം വിലാപശ്ച മധുരാലോകനം തഥാ ഗജമുഷ്ടിഗജാനോ രഹംസാദീനാം ജയോവധ. മൃതസ്യാനയനം സൂനോ പുനഃസാന്ദേമനേർഗുനോ മധുരായാം നിവസതാ യദുശക്രസ്യ പ്രിയം കൃതമുത്തവ രാമാഭ്യാം യുതേന ഹരിണാ ദ്വിജഃ. ജരാസന്ധസമാനീത സൈന്യസ്യ ബഹുശോ വധ ഘാതനം യവനേന്ദ്രസ്യ കുശസ്ഥല്യാ നിവേശനം. അങ്കാരം പാരിജാതസ്യ സുധർമായ സുരാലയ രുക്മിണ്യാ ഹരണം യുദ്ധേ പ്രമത്യദ്വിഷതോ ഹരേ. ഹരസ്യ ജർഭണം യുദ്ധേ ബാണസ്യ ഭുജഗ്രന്ഥനം പ്രാജ്യോതിഷപതിം ഹത്വാ കന്യാനാം ഹരണം ചയം. സൈന്യപൗണ്ഡ്രണസാൽവാനാം ദണ്ഡവക്രസ്യ ദുർമദേഃ ശംബരോ ദ്വിവിധഃ പീഠോ പുരഃപഞ്ചജനാദയ. മാഹാത്മ്യം ച വധസ്തേഷാം വാരാണസ്യ സ്വലാഹനം ധാരാവതരണം ഭൂമേർനിമിത്തീകൃത്യ പാണ്ഡവാൻ. വിപ്രശാപാദേശേന സംഹാരസ്വകുലസ്യ ച ഉദ്ധവസ്യ ച സംവാദോ വാസുദേവസ്യ ചാദ്ഭുതഃ. യത്രാത്മവിദ്യാ ഹ്യഖിലാ പ്രോക്താ ധർമ്മവിനിർണയ തതോ മർത്യപരിത്യാഗാത്മയോഗാനുഭാവത. യുഗലക്ഷണവൃത്തിശ്ച ഹരോമൃണാം ഉപപ്ലവ ചൗരോവിധശ്ച പ്രളയ ഉൽപത്തിസ്ത്രിവിധാനഃ. ദേഹത്യാഗശ്ച രാജർഷയേർവിഷ്ണുരാജസ്യ ധീമത ശാഖാപ്രണയനം ഋഷയേർമാർക്കണ്ഡേയസ്യ സന്തതഃ മഹാപുരുഷവിന്യാസസൂര്യസ്യ ജഗദാത്മനാ. ഇതി ചോക്തം ദ്വിജശ്രേഷ്ഠാഃ യൽ പൃഷ്ടോഹമിഹാസ്മിവ ലീലാവതാരകർമാണി കീർത്തിതാനി സർവശ. അടുത്ത ശ്ലോകം എല്ലാവർക്കും ഹരേ നമ എന്നുള്ള നാമത്തെ ഉറക്കെ
ചെല്ലാം. അതിനുള്ള ആഹ്വാനമാണ് സൂതപൗരാണികർ ചെയ്യുന്നത്. ഈ ഒരു നാമം ജപിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും തീർന്ന് സർവ പാതകങ്ങളെയും മഹാപാപങ്ങളെയൊക്കെ നീക്കി നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുന്ന ആ ഒരു കഴിവ് ഈ ഹരിനാമത്തിനുണ്ട്. അതുകൊണ്ടാണ് ഹരേ നമ എന്ന് ഉറക്കെ തന്നെ ഉച്ചത്തിൽ ജപിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞത്. ഉച്ചൈഹി എന്ന് പറയുന്നു. അപ്പോൾ ആ നാമ സങ്കീർത്തനം ഹരേ നമ എന്നുള്ള ആ നാമം, ഈ ഒരു സന്നിധി ഉണ്ണികൃഷ്ണ സ്വരൂപനായി ഒഴിക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടുള്ള ഭഗവാന്റെ ഈ ഒരു സന്നിധിയിൽ ഭഗവാന്റെ ആ പാദങ്ങളിലേക്ക് നമുക്ക് ആ നാമസങ്കീർത്തനത്തെ മുഴക്കിക്കൊണ്ട് സമർപ്പിക്കാം. എല്ലാവരും ഒക്കെ ഹരേ നമ എന്ന് ജപിക്കാൻ പറയുന്ന സമയത്ത് ഉറക്കെ ജപിക്കുക. കൈകൂപ്പി ഭഗവാനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് തന്നെ നാം ജപിച്ചോളും. എല്ലാവരും ഹരേ ഇത്തുച്ചേർമുച്ചരേ സർവപാദകാനി. ഒരിക്കൽ കൂടി പതിതസ്കരദശാത്ത ശുദ്ധ്വാവിവശോ എല്ലാവരും ഹരേ നമഃ ഇത്തുച്ചേർമുച്ചരേ സർവപാദകാൽ. ഒരിക്കൽ കൂടി ജപിക്കാം. പതിതസ്കരദശാത്ത ചുത്വാവാദിവശോ ബ്രുവൻ ഹരേ നമഃ ഇത്തുച്ചേർമുച്ചരേ സർവപാദകാൽ. സങ്കീർത്തമാനോ ഭഗവാൻ അനന്ത സുധാനുഭാവോ വ്യസനം വിപുംസ പ്രവിശ്യ ചിത്തം വിദനോത്യശേഷം തദേവ സത്യം തതുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവത്പുരോദയം തദേവ വിജയം നവം നവം തദേവ ശശ്വൻ മനസോ മഹോത്സവം തദേവ ശോകാന്നവശോഷണം നൃണാം യദുത്തമ ശ്ലോകേശോരുഗീയതേ നദധ്വജശ്ചിത്രപദം ഹരേര്യശോ ജഗൽപവിത്രം പ്രകൃണീതഗർഹിജ തദ്ധ്വാംശതീർത്ഥം നദുഹംസസേവിതം യത്രാച്യുതസ്തത്ര ഹി സാധവോമരാ സവാത്വിസർഗോ ജനതാഥ സംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി മാമാന്യനന്ദസ്തേഷം ഗിരാനി യച്ഛന്വന്തി ഗഹയന്തി ഗണന്തി സാധവ നൈഷ്കർമ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുതഃ പുനഃശ്വശ്വതഭദ്രമീശ്വരേണ ഹ്യർപ്പിതം കർമ്മയദപ്യനുത്തമം യശശ്രിയാമേവ പരിശ്രമത്പരോ വർണ്ണശ്രമാശാരദവശ്രുതാദിഷു അവിസ്മൃതി ശ്രീധരപാദപത്മയോർഗുണാനുവാദശ്രവണാദിഹരേ അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോക്ഷിണോദ്യഭദ്രാണി സമന്തരോദിജ സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാനി വിരാഗയുക്തം യൂയം ദ്വിജാക്രിയാപരഭൂരിഭാഗ യച്ഛശ്വരാത്മന്യഖിലാത്മഭൂതം നാരായണം ദേവമദേവമീശം അജസ്രഭാവാ ഭജതാ വിദേശ്യ അഹം സംസ്മാരിതാത്മതത്വം ശ്രുതം പുരാമേ പരമർഷിഭദ്ര പ്രായോപവേശേ നൃപതേ പരീക്ഷിത സദസ്യ ഋഷീണാം മഹതാം ദശ്രവതാം ഏതത്വകഥിതം വിപ്രാഹ കഥനീയൊരു കർമ്മണ മാഹാത്മ്യം വാസുദേവസ്യ സർവശുഭവിനാശനം യേവം ശ്രാവേ നിത്യം യാമക്ഷണമനന്യധീഃ ശ്രദ്ധാവാൻ യോ നിശൃണുയാത് പുനാത്യാത്മാനമേവ സാ ദ്വാദശ്യാമേകാദശ്യാം വാ ശൃണ്വന്നായുഷ്യവാൻ ഭവേത് പരദ്ഘനസ്നം പരത തതോ ഭവത്കപാടകീ പുഷ്കരേ മധുരായാം ജാദ്വാദവത്യാം യദാത്മവാൻ ഉപോക്ഷ്യ സംഹിതാമേതാം പഠിത്വാ മുച്യതേ ഭയാ ദേവതാമുനയ സിദ്ധാത്മതരോ മനമോ നൃപാഃ ഗച്ഛന്തി കാമാൻ ഗൃണദശ്രമതോ യസ്യ കീർത്തനാൽ ഋതോ യജൂംഷി സാമാന്യ ദിഗോധിത്യാനി വിന്ദതേ മധുകുല്യാ ഘൃതകുല്യാ പയക്കുല്യാസ്തദ്ഫലം പുരാണ സംഹിതാമേതാമഭിജ്ഞ പ്രയതോ ദ്വിജ
പ്രോക്തം ഭഗവതായത്തോ കൽപകം പരമം പ്രജേൽ. വിപ്രോധിപ്രാപ്നുയാൻ പ്രജ്ഞാം രാജന്യോദധിമേധര വൈശ്യോനിധിപതിത്വം ശൂദ്രശുദ്ധീരപാദകാൻ. കലിമല സംഹതികാലനോഖിലേശോ ഹരിവിധരത്നമഗീയതേഹ്യഭീക്ഷ്ണം ഇഹതു പുനർഭഗവാനശേഷമൂർത്തി പരിപഠിതോനുപദം കഥാപ്രസംഗേ. തമഹമജമനന്ദമാത്മതത്വം ജഗതുദയസ്ഥിതി സംയമാത്മശക്തിം ദ്വിപരിഭിരജശക്രശങ്കരാത്തീർദുരവസിതസ്തവമച്യുതം നതോസ്മി. ഉപചിത നവശക്തിഭിः സ്വാത്മന്യുപരചിതസ്ഥിരജംഗമായായ ഭഗവതോരഭിമാഗ്രധാംനേശ്വരഋഷഭായ നമഃ സനാതനായ. സ്വസുഖനിമൃതചേതാസ്തദ്വിദസ്താന്യഭാവോऽപ്യജിതരുചിരവീരാ പൃഷ്ടസാരസ്തദീയം വ്യഗനുതകൃപയായസ്തത്വദീപം പുരാണം തമഖിലവൃജനഘ്നം വ്യാസസൂനം നതോസ്മി. തമഖിലവൃജനഘ്നം വ്യാസസൂനം നതോസ്മി. തമഖിലവൃജനഘ്നം വ്യാസസൂനം നതോസ്മി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി ഭക്തി ഉണ്ടാവലാണ്. അതാണ് ആദിമധ്യ അവസാനേഷു വൈരാഗ്യാഖ്യാന സംഗീതം. അതിനുവേണ്ടി ഹരിലീലാകഥ വർണ്ണന, ഭഗവാന്റെ ലീലകളെ, ഭഗവാന്റെ കഥകളെ ഭക്തിയും വിരക്തിയും ജ്ഞാനവും ഉണ്ടാവുന്നതിനായിട്ട് വർണ്ണിച്ചിരിക്കുന്ന മറ്റൊരു പുരാണം ഇതുപോലെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ വേദവ്യാസ മഹർഷി വർണ്ണിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റു പുരാണങ്ങളിൽ രാജാവായിക്കൊണ്ട് എല്ലാത്തിനെയും ശ്രേഷ്ഠമാക്കി തീർത്തുകൊണ്ട് ഒരു രാജാവ് എന്നുള്ള ഭാവത്തിൽ വർത്തിക്കുന്നു ശ്രീമദ് ഭാഗവതം. വിരാജിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ വർണ്ണിക്കണം. പിന്നെ ഈ ഭാഗവത രസത്തെ അറിഞ്ഞവർക്ക് എല്ലാത്തിനെയും സ്വീകരിക്കാം. എന്നാൽ ലോകവിഷയ രസങ്ങളിലേക്ക് താല്പര്യം ഉണ്ടാവില്ല. ഭാഗവത രസത്തെ അറിഞ്ഞാൽ ലോക വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രാരബ്ധ ദുരിത വിഷയങ്ങളിലേക്ക്, അതിനെ ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കുറയുന്നു, ഭക്തി വർദ്ധിക്കുന്നു. അതാണ് ഭാഗവതത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഈ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പരമസത്യത്തെ നല്ലവണ്ണം ഉള്ളിൽ ഉറപ്പിക്കുക. ഒരിക്കൽ കൂടി സത്യം പരം ധീമഹി എന്നുള്ള ആ മഹാവാക്യത്തെ വർണ്ണിച്ച് അതിന് ഹരിം പരം അല്ലെ, നാരായണീയത്തിൽ പറഞ്ഞു ഗുരുഭവനപുരാധീശമേവ ആശ്രയാമ. ഇവിടെ അത് തന്നെയാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞത്. ഈ ഭാഗവതത്തിൽ പറഞ്ഞു തന്നെയാണ് ഹരിം ആശ്രയേ തം ഹരിം, ഇതാണ് തം നമാമി ഹരിം പരം. പ്രാർത്ഥിക്കാൻ, ആ പ്രാർത്ഥനയോടുകൂടി ശ്രീമദ് ഭാഗവത മഹാപുരാണത്തെ സമർപ്പിക്കാം. ഇവിടെ സപ്താഹം എന്നുള്ളതാണ് സമർപ്പണം. ഭാഗവതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളതാണ്. ഭാഗവതത്തിലൂടെയാണ് നമ്മുടെ ആ ജീവൻ അല്ലെങ്കിൽ ജീവിതം തന്നെ ഭാഗവതം. അതായത് ഭാഗവതം കേൾക്കുന്നവരുടെ മാത്രമാണ്, അതല്ല എന്നാണ്. ഭാഗവതം കേൾക്കുന്നവരുടെ ജീവിതം ഭാഗവതത്തിലെന്ന് പറയാറുണ്ട്, അതല്ല. പിന്നെന്താണ് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഭാഗവതമാണ്. അല്ലാതെ ഭാഗവതം കേൾക്കുന്ന ആൾക്കാരുടെ ജീവിതം ഭാഗവതമല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ഭാഗവതമാണ്. അത് വിപരീതമായിട്ട് തീരുമ്പോഴാണ് ജീവിതം എന്തായിട്ട് തീരുന്നത്, ജീവിതമല്ലാതെയായിട്ട് തീരുന്നത്. എന്തിനോ വേണ്ടി കാട്ടിക്കൂട്ടുന്ന അവസ്ഥയായിട്ട് മാറുന്ന കാരണം എന്താണ്, ഭാഗവതമല്ലാത്തത് കൊണ്ടാണ്. അതായത് ജീവിതം ഭഗവാനെ സംബന്ധിക്കുന്നതാണ്, അതാണ് ഭാഗവതം എന്ന് പറയാൻ കാരണം. അല്ലാതെ നമ്മളിങ്ങനെ ജീവിതം ഭാഗവതമാണ് എന്ന് പറഞ്ഞ് സമർപ്പിക്കലല്ല. രാജ്യം ശ്രിയം പ്രണേന സുഹൃദോ നിവാസം ത്യക്വായോ വനമസൂരിവ മുക്തസംഗ രക്ഷസ്വസ്വരൂപഗതരൂപമശുദ്ധബുദ്ധേ തസ്യാ ഖരത്രിശരദൂഷണമുഖ്യബന്ധൂൻ ജഘ്നേ ചതുർദശസഹസ്രമവാരണീയ കോദണ്ഡപാണിരടമാന ഉവാസകൃക്ഷം സീതാകഥാശ്രവണജീവിതഹൃക്ഷയേന സൃഷ്ടം വിലോക്യ നൃപതേ ദശഗന്ധരേണ ജഘ്നേൽഭുതനൈവ വപുഷാശ്രമതോപകൃഷ്ടോ മാരീജമാശു വിശിഖേന യഥാകമുഗ്ര